ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സമയമുള്ളതുകൊണ്ട് വിചാരിച്ച് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ലോക ലഹരി വിരുദ്ധ ദിനമായിരുന്നു. ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റും സ്കൂളുകളും പിന്നെ യൂണിവേഴ്സിറ്റിയും കോളേജിലും ഒക്കെ പരിപാടികളുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ ചെല്ലിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പുറത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ്, വീടിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ്, ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവരുടെ സ്വഭാവത്തിലും അല്ലേ അവരുടെ ഒരു വളർച്ചയിലെ രീതികളിലും ഒക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം വീട്ടിലെ അന്തരീക്ഷവും വീട്ടിലെ ചുറ്റുപാടുകളും ഒക്കെയാണ്. അപ്പം നമ്മൾ നല്ലൊരു പേരൻ്റാണോ എന്നുള്ള കാര്യത്തിൽ നമ്മളും വേണ്ടേ കാര്യങ്ങളൊക്കെ അറിയാൻ. അപ്പോൾ പുറത്ത് കുട്ടികളെ മാത്രം നേരെയാക്കിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വീട്ടിലുള്ള അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വീട്ടിലൊരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവരെ വളർത്തിക്കൊണ്ടിരുന്ന രീതിയും നമ്മൾ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തോടെ കഴിയുന്നതും അതൊക്കെയാണ് കുട്ടികൾ കണ്ട് മനസ്സിലാക്കുന്നത്. നമ്മളൊരു പ്രശ്നം വരുന്ന സമയത്ത് എങ്ങനെയാണോ അതിനെ ഫേസ് ചെയ്യുന്നത്, എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നത്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും കുട്ടികൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ അവരെ അത്രയധികം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളായിരിക്കണം അവർക്ക് റോൾ മോഡലായിട്ട് ഉണ്ടാവേണ്ടത്. നമ്മൾ ചെയ്യുന്നതിലേ കൂടി ആവണം അവർ ഓരോ കാര്യത്തിലും എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ ഒക്കെ കഴിയണം. ഇപ്പം ഞാൻ എന്താ കഴിഞ്ഞ പക്ഷേ എൻ്റെ മോനിപ്പോൾ +2ലാണ് പഠിക്കുന്നത്. അപ്പോൾ +1 സ്കൂളിലൊരു പേരൻസ് മീറ്റിംഗ് അല്ല, ഒരു പേരൻസിന് വേണ്ടിയിട്ടൊരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനത്തെ ഇത്തരം ക്ലാസ്സുകൾ എന്ത് കാര്യമായാലും മോനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ലീവ് എടുത്തിട്ടായാലും ഞാൻ അതിൽ പങ്കെടുക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ അവരെ കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളിൽ നിന്നൊക്കെ വിളിക്കുന്നതും അല്ല അവർക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യണം. എന്തായാലും സമയം കണ്ടെത്തിയിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കുക തന്നെ ചെയ്യണം. അപ്പം ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അന്ന് ആ പരിപാടിക്ക് പോയ സമയത്ത് അവിടുന്ന് ടീച്ചർ പറഞ്ഞു, കുട്ടികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ആ ബോക്സിൽ എഴുതിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറയാം, ഞങ്ങൾ പോലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് മുഴുവനും വീട്ടിലെ പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും ഇഷ്ടമില്ല, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ തന്നെയല്ലേ നമ്മളെ വീട്ട് എപ്പോഴും സ്വർഗ്ഗമാക്കി മാറ്റേണ്ടത് ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും കടമ തന്നെയാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു മക്കളാവുന്ന സമയത്ത് തന്നെ നമ്മൾ കഥകളിലേക്കൂടിയും പുസ്തകങ്ങളിൽ വായന, ഇപ്പോൾ ഒരു പുസ്തകം കൊടുത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി വായിക്കുകയൊന്നുമില്ല. പക്ഷേ നമ്മൾ കുട്ടികളുടെ വായനയിലേക്കും ഒക്കെ കൊണ്ടുവരേണ്ടത് നമ്മളാണ്. അപ്പം നമ്മൾ തിരക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മൾ നമ്മളതായിട്ടുള്ള തിരക്കുകളിലേക്കും ഫോണിലും ഒക്കെ പോകുമ്പം കുട്ടീനെ ശ്രദ്ധിക്കാനോ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാനോ കഥകളിലേക്ക് കൂടി വളർത്താനോ ഒന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ സമയം കണ്ടെത്തന്നെ വേണം. പിന്നെ ടീനേജിലെ കുട്ടികളാകുന്ന സമയത്തായാലും അവരോട് സംസാരിക്കാൻ നമ്മൾ എന്തായാലും സമയം കണ്ടെത്തണം. ഒരു നമ്മളതായിട്ടുള്ളൊരു സമയം എന്തായാലും ഒരു ദിവസമെങ്കിലും ഓരോ ദിവസവും കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അന്നേരം എല്ലാവരും ഒന്നിച്ചിരുന്ന് വിശേഷങ്ങൾ പറയുമ്പോഴും ഇപ്പം ഞാനായാലും ഞാൻ ഓഫീസിലെ വിശേഷങ്ങളെല്ലാം ഞാനിവിടെ പറയാറുണ്ട്. അതേപോലെ മോനോട് ഇപ്പം നമ്മൾ എടാ നീ നിൻ്റെ വിശേഷം എന്ന് പറയുമ്പോൾ പറയൊന്നുമില്ല. പക്ഷേ അവരെ കൂടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിച്ച് കിടക്കുന്ന സമയത്ത് ഒക്കെയാണ് സംസാരിക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അതുപോലെ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഞാനും മോനും കൂടി ഹസ്ബൻഡും ഉണ്ടാവും. പക്ഷേ ഹസ്ബൻഡ് ഇങ്ങനെ മിണ്ടാണ്ട് എല്ലാം കാഴ്ചയൊക്കെ കാണാനാണ് ഇഷ്ടം. അധികം ആൾ സംസാരവും കുറവാണ്. പക്ഷേ ഞാനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം. അതേ സ്വഭാവം തന്നെ മോനും കിട്ടിയിട്ടുള്ളത്. അവനും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും ഒന്ന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്നാൽ ഒരുപാട് വിശേഷം പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടിരിക്കലാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മളെ മക്കളെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ മക്കൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് വന്ന് പറയാനുള്ള ആ ഒരു ഇത് കാണിക്കും. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ അമ്മ ഉണ്ടാവും എൻ്റെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ടാവും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ എല്ലാത്തിനും പേടിപ്പിച്ച് ദേഷ്യത്തോടെയൊക്കെ പെരുമാറി പിന്നെ എന്താ മറ്റുള്ളവരോടുള്ള ദേഷ്യം ചിലപ്പോൾ കുട്ടികളോട് തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ അവരുടെ പ്രശ്നം ഇനി അമ്മേനോട് പറയുമ്പോൾ അല്ലെ അച്ഛനോട് പറയുമ്പോൾ എനിക്ക് അടി കിട്ടുമോ അല്ലെങ്കിൽ പേടിച്ചിട്ട് പറയാണ്ടിരിക്കും. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അടിച്ച് വളർത്തുകയല്ല, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടാണ് വളർത്തേണ്ടത്. ഇനി ഒരു കുട്ടികളെ ഒരു തെറ്റിലേക്ക് എത്തിപ്പോയി ഒരിക്കലും ഒരു തെറ്റും ചെയ്യാണ്ട് വളരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യവും ലോകവും അങ്ങനെയാണുള്ളത്. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഒന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ അതിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാനും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക ചെയ്യാം എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ. പക്ഷേ അങ്ങനെയല്ലാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും എന്നിട്ടും അതിൽ നിന്ന് നമുക്ക് തിരുത്തിയെടുക്കാൻ കഴിയും
കഴിയുന്നില്ലെങ്കിൽ നമുക്ക് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഇപ്പം നല്ല കൗൺസിലേഴ്സോ എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും. ആരും അറിയണ്ട, ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് വിചാരിച്ചിട്ട് ഒന്നും മൂടി വെക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ആ സമയത്ത് വേണ്ട രീതിയിൽ അതിനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ തിരുത്തി മാറ്റി നല്ല മക്കളാക്കി തന്നെ വളർത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അച്ഛനും അമ്മയും ആവാൻ കഴിയട്ടെ. കുട്ടികൾക്ക് നല്ല റോൾ മോഡലാവാൻ കഴിയട്ടെ. നമ്മളൊരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയാവാൻ, ഒരു അമ്മ തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു വീട്ടിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം. ആ വീട് നന്നായി നല്ലൊരു സ്വർഗ്ഗമാക്കി മാറ്റുന്നതിൽ അമ്മയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പങ്കെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെയാണ്. അച്ഛനേക്കാൾ കൂടുതൽ ഞാൻ തന്നെയാണ് ഓരോ കാര്യങ്ങളിലും എന്താ പറയുക, ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ കൊണ്ടുവന്നത് ഞാൻ തന്നെയായിരുന്നു ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അമ്മമാർക്ക് തന്നെയാണ് കൂടുതൽ ഒരു വീട് സ്വർഗ്ഗമാക്കി മാറ്റാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ പങ്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അമ്മയാവാൻ കഴിയട്ടെ. മക്കളെ നല്ലൊരു സുഹൃത്തും അതേപോലെ തന്നെ നല്ലൊരു വഴികാട്ടി ആവാൻ എല്ലാവർക്കും കഴിയട്ടെ. ഒരു മക്കളും ഒരു ലഹരിയായിട്ടോ അല്ലെങ്കിൽ പിന്നെ കള്ളനോ കൊലയാളിയോ ഒന്നുമായിട്ട് ജനിക്കുന്നില്ല. അവരുടെ സാഹചര്യങ്ങളും വളരുന്ന ചുറ്റുപാടുകളും ഒക്കെയാണ് അവനെ അങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നത്. അപ്പം നമ്മൾ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മളൊരു ശ്രദ്ധക്കുറവുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു സമയം കണ്ടെത്താത്തതിൻ്റെ പേരിൽ ഒരു മക്കളും വഴിതെറ്റി പോകാൻ ഇടവരുത്തരുത്, വരാൻ പാടില്ല. അപ്പം എല്ലാവരും നല്ല അച്ഛനും അമ്മയായി മാറുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്കൊരു ക്ലാസ് എടുക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ. അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് പിന്നെ ഉദാഹരണങ്ങളും കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലോങ് ആയി ഈ വീഡിയോ ഇപ്പം തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഓൾ.